എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു മദേഴ്സ് ഡേ എന്നെ കേൾക്കുന്ന അമ്മമാർക്കെല്ലാം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൽ അനേക അമ്മമാരെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. ഈ സ്ത്രീയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അമ്മയാകാൻ ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവളൊരു പുരോഹിതൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്നു. അപ്പോൾ പുരോഹിതൻ്റെ മകളായി ജനിച്ചു വളരുമ്പോൾ ദൈവവചനം പറയുന്നതെല്ലാം അതുപോലെ അനുസരിക്കുകയും ന്യായപ്രമാണം പാലിക്കുകയും നല്ല ഒരു ദൈവഭയത്തിൽ വളർന്ന ഒരു സഹോദരിയായിരുന്നു. വിവാഹപ്രായമായപ്പോൾ വിവാഹം കഴിച്ചതും ഒരു പുരോഹിതനെയാണ്. ആ പുരോഹിതനെക്കുറിച്ചും ദൈവവചനം പരിശുദ്ധാത്മാവ് നല്ലൊരു സാക്ഷ്യമാണ് പറഞ്ഞത്. ഇവരെ രണ്ടുപേരെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അല്ലേ? അവർ ശരിക്കും പ്രതീക്ഷിച്ചു, അവർ വിശ്വസിച്ചു. കാരണം ന്യായപ്രമാണം പറയുന്നുണ്ട്, നീതിമാന്മാരായിട്ട് ദൈവസന്നിധിയിൽ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരുടെ മേളിൽ വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിനകത്തെ വൺ ഓഫ് ദ മേജർ അനുഗ്രഹം എന്ന് പറയുന്ന മക്കളെക്കുറിച്ചുള്ള അനുഗ്രഹമാണ്. അപ്പോൾ അവർ വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടും ഇതുപോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിച്ച മനുഷ്യർ നമ്മൾ രണ്ടും ഒന്നിച്ചു വരുമ്പോൾ നമ്മളിൽ കൂടെ ദൈവത്തിന് വലിയ പ്രവൃത്തിയുണ്ട്. നമ്മളിൽ കൂടെ ദൈവം ഈ ദേശത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവരുടെ പ്രതീക്ഷ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരാഗ്രഹിച്ച പോലെ നടന്നില്ല. അവർക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെത്ര നാൾ പ്രാർത്ഥിച്ചെന്നറിയോ? കുഞ്ഞിന് വേണ്ടി. സാധാരണ സ്ത്രീകൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു കുഞ്ഞ് ഉണ്ടാവുന്ന ആ സാധ്യത ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കും. പക്ഷെങ്കിൽ ഈ ഒരു ദമ്പതികളെ കുറിച്ച് ഇവിടെ പറയുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്ന ഇരുവരും വയസ്സ് ചെന്നവരായിരുന്നു. പക്ഷെങ്കിൽ ആ പ്രായത്തിലും അവരവരുടെ വിശ്വാസം വിട്ടില്ല, അവരവരുടെ ആ പ്രതീക്ഷ വിട്ടില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, പ്രമാണം അനുസരിച്ച് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതല്ലോ കുഞ്ഞ്, നീ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണം. അതിൻ്റെ പ്രൂഫ് എവിടെ നിന്നറിയോ? ആ അധ്യായത്തിൽ നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഗബ്രിയേൽ ദൂതൻ സക്കറിയ ആ പുരോഹിതന് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ആ ദൂതൻ പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? യോർ പ്രേയേഴ്സ് ഹാവ് ബീൻ ഹേർഡ്. നിൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുന്നു. എപ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയാണ്? വിവാഹം കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ എന്താ പ്രായം? വയസ്സായി. പക്ഷെ സ്വർഗം കേട്ടത് എപ്പോഴാണ്? ഇപ്പം സ്വർഗം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഒരു സമയമുണ്ട്. സ്വർഗത്തിൻ്റെ സമയം എന്ന് നമ്മൾ പറയും കൈറോസ്. ആ കൈറോസ് എന്ന സമയത്തിൻ്റെ പിന്നിലുള്ള വലിയ പദ്ധതിയാണ്. കാരണമുണ്ട്. ഇവരാഗ്രഹിച്ച സമയത്ത്, ഇപ്പം എലിസബത്ത് ആഗ്രഹിച്ച സമയത്ത് ചെറുപ്രായത്തിൽ, ഇപ്പം എല്ലാവരും കുറ്റം പറയുക. കാരണം നീതിമാനായിട്ട് നടന്ന ദൈവഭക്തിയോടെ ജീവിച്ച രണ്ട് പേര് ഒന്നിച്ച് ജീവിക്കുമ്പോൾ നാട്ടുകാർ പറയും, ഓ, ഇവർ വലിയ ഭക്തിക്കാരാണല്ലോ, ഇവർ വലിയ നീതിമാന്മാരാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്നാ കുഞ്ഞുങ്ങളില്ലാത്ത? പ്രമാണം പറയുന്നത് നീതിമാന്മാരായി കുറ്റമില്ലാതെ ജീവിക്കുന്നവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കും, അനുഗ്രഹിക്കുന്ന. അങ്ങനെയാണ് എന്താ ഇവർക്കില്ലാത്ത? എന്തോ പാപമുണ്ട്, എന്തോ രഹസ്യ പാപമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മനുഷ്യർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഉള്ളിൽ വിഷമം തട്ടിട്ടുണ്ടാവും. അന്നേരം എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, നീ ഇപ്പം തന്നെ ഒരു കുഞ്ഞിനെ തരുവാണ്, ഇവരുടെ എല്ലാം മുന്നേ എനിക്കൊരു മറുപടി ആയനെ. പക്ഷെ അവളുടെ സമയത്തല്ല ദൈവം കുഞ്ഞിനെ കൊടുത്തത്. കാരണം ആ കുഞ്ഞിനെക്കുറിച്ചുള്ള പദ്ധതിയും ദൈവത്തിന് നിറവേറണം. കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിന് മുന്നോടിയായി വരേണ്ടിയവനാ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ അവൻ വരാൻ അവൻ്റെ സാധ്യതയുള്ളൂ. ദൈവത്തിൻ്റെ സമയം അതാണ്. എന്താണ്? എലിസബത്തിൻ്റെ വയസ്സാകുന്ന സമയം. അപ്പോൾ സ്വർഗത്തിൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടിയ സമയമല്ല, സ്വർഗം പ്രാർത്ഥന കേൾക്കുന്ന സമയം അല്ലെ, കൈറോസ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല. അതൊരു പ്രത്യേക സമയം. പക്ഷെ ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണം, ആ സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയാണ് വിഷയം. എലിസബത്ത് പ്രാർത്ഥന നിർത്തിയിരുന്നെങ്കിലോ?
ഈ ദൂതൻ വന്ന് സക്കറിയാവിനോട് പറയുമായിരുന്നോ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നവർ ആയിരിക്കണം. ഇതുപോലെ ഒരാളെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. ദൈവവചനം പറയുന്ന 3 നേരം പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ദാനിയേൽ പറയാണ് 10-ാം അധ്യായത്തിൽ, ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ 3 ആഴ്ച പ്രാർത്ഥിച്ചു. വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ കണ്ട ഒരു ദർശനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനിരുന്ന ദാനിയേൽ പറയാം, ഞാൻ 3 ആഴ്ച ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതെന്തുകൊണ്ടാണ് 3 ആഴ്ചയായത്? ദാനിയേലിന് മറുപടി ലഭിച്ചപ്പോൾ, ഒരു ദൈവദൂതനാണ് ദാനിയേലിനോട് ഈ മറുപടിയുമായിട്ട് വരുന്നത്. 21-ാം ദിവസം, അതാണ് ദാനിയേൽ 3 ആഴ്ച പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. 21-ാം ദിവസമാണ് ദാനിയേലിന് മറുപടി ലഭിക്കുന്നത്. ഈ 21-ാം ദിവസം ആ ദൂതൻ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ഇങ്ങനെയാണ്, ദാനിയേലേ, നീ പ്രാർത്ഥിക്കാനിരുന്ന ആ നിമിഷം അതേ ദിവസം മറുപടിയായിട്ട് ഇറങ്ങി വന്നത്. അന്നേരം ഞാൻ അവിടുന്ന് പുറപ്പെട്ടതാണ് മറുപടിയുമായിട്ട്, നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് മറുപടിയുമായിട്ട്. പക്ഷേ കഴിഞ്ഞ 21 ദിവസം ഈ ആത്മമണ്ഡലത്തിൽ എനിക്കൊരു തടസ്സം സംഭവിച്ചു, ഒരു തടസ്സമുണ്ടായി. അതാണ് എനിക്കിവിടെ എത്താൻ സാധിക്കാൻ. മറുപടിയുമായിട്ട് ഞാൻ അന്നേരം ഇറങ്ങിയതാണ്. പക്ഷെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കേ, ഈ ദാനിയേൽ പ്രാർത്ഥിക്കാനിരുന്ന് 1 ആഴ്ച കഴിഞ്ഞു, മടുത്തുപോയി. 2 ആഴ്ച കഴിഞ്ഞു, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞു. 2-ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ദാനിയേൽ ദാനിയേലിന് ഓർക്കാമായിരുന്നു. 2 ആഴ്ച പ്രാർത്ഥിച്ചു, ഒന്നും കേൾക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഇത് വെളിപ്പെടുത്താൻ താല്പര്യമില്ലായിരിക്കും, നിർത്തിയേക്കാം എന്നോർത്ത് നിർത്തിയിരുന്നെങ്കിൽ അവിടെ മണ്ടയ്ക്ക് സംഭവിക്കുന്നത് എന്താ? ദൂതൻ മറുപടിയുമായിട്ട് വന്നിരിക്കുക, പക്ഷെ അവിടെ തടസ്സം, ഒരു പൈശാചിക ശക്തിയുടെ തടസ്സം. അപ്പോൾ ദൂതൻ ഓർത്തന്നെ, അവനും പ്രാർത്ഥന വിട്ടേച്ച് എഴുന്നേറ്റ് പോയി, അവൻ ഇനി ഉത്തരം വേണ്ട, ഇവിടാണ് എനിക്ക് ഈ തടസ്സം, എന്നാൽ ഞാൻ തിരിച്ചു പോയേക്കാം, ഇല്ലയോ? പക്ഷെ ആ മറുപടി ലഭിക്കുന്നിടം വരെ ദാനിയേൽ ഇരുന്നത് 21 ദിവസം. 21-ാം ദിവസമാണ് ദൈവത്തിൻ്റെ സമയവും ദാനിയേലിൻ്റെ പ്രാർത്ഥനയും മീറ്റായത്. പക്ഷെങ്കിൽ ആ 21 ദിവസം എന്ന് പറയുന്ന ആ ക്ലൈമാക്സ് സമയം, ആ കൈറോസ് ടൈം എലിസബത്തിൻ്റെ ജീവിതത്തിൽ നടന്നപ്പോഴാണെന്നറിയോ? വയസ്സായപ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കൈറോസ് സമയമുണ്ട്, ആ 21-ാം ദിനമുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ചിലപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നാളെയാകാം, ചിലപ്പോൾ അടുത്ത മാസമാകാം, ചിലപ്പോൾ അടുത്ത വർഷമാകാം. പക്ഷെങ്കിൽ ആ കൈറോസ് ടൈമും നമ്മുടെ പ്രാർത്ഥനയും മീറ്റ് ആവുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. പലപ്പോഴും പ്രശ്നം പറ്റുന്നത്, നമ്മൾ അതിന് മുമ്പ് നമ്മളങ്ങ് മടുത്തിട്ട് ആ പ്രാർത്ഥന വിഷയം അങ്ങ് വിട്ടുകളയാണ്, അങ്ങ് മറന്നു പോവുകയാണ്. ഞാനും അത് ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങളിൽ. ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എത്രയോ വിഷയങ്ങൾ ആ കൈറോസ് സമയം വരെ, ആ 21-ാം ദിനം വരെ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ദൈവാത്മാവ് നിങ്ങളെ ആരെയെങ്കിലും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ വൈകിപ്പോയപ്പോൾ നിങ്ങളത് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, എലിസബത്തിനെ പോലെ എത്ര നാളായാലും വയസ്സായാലും കുഴപ്പമില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആ സമയവും എൻ്റെ പ്രാർത്ഥനയും ഒന്നിച്ച് മീറ്റ് ആവുന്നിടം വരെ ഞാൻ കാത്തിരിക്കും എന്ന് പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ ദൈവം ആ ഒരു കൃപ നിങ്ങൾക്ക് നൽകി തരട്ടെ. ഗോഡ് ബ്ലെസ് യു.